ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാനായിട്ട് ശ്രദ്ധിക്കുക. അനേകരിലേക്ക് അത് ഷെയർ ചെയ്യുക. ജനങ്ങൾ ഒരു വല്ലാത്ത നിലയിൽ, വിശ്വാസികൾ ഒരു വല്ലാത്ത നിലയിൽ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ചെറിയ ശുശ്രൂഷ ഇങ്ങനെ ചെയ്യുന്നത്. ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുകയും, ദൈവമേ, ഞാൻ കണ്ടിട്ടില്ലാത്ത, ഞാൻ അറിയില്ലാത്ത പല ജനങ്ങളുടെ അടുക്കലേക്ക് നിന്റെ വചനം എത്തണം. അത് എന്ത് വചനമാണ് നീ തരുന്നത് കർത്താവ്? എൻ്റെ ബുദ്ധിയിലോ എൻ്റെ ശക്തിയിലോ ആശ്രയിച്ച് ചെയ്യാതെ ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങി അറിയിച്ചു തരുന്നതാണ് ഓരോ ദിവസ വചനങ്ങളും. അതുകൊണ്ട് തന്നെ അത് വ്യത്യസ്തങ്ങളായിരിക്കാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കുറച്ചെങ്കിലും ദൈവത്തോട് അടുക്കുവാൻ, യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ ആളുകൾ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ തലമുറയിൽ ഈ ചെറിയ ശുശ്രൂഷകളുടെ ചില ആളുകളെങ്കിലും യേശുക്രിസ്തുവിലേക്ക് കൂടുതൽ അടുത്തു വരുവാൻ തക്കോണം ഇടയാകണമെന്നുള്ള അതിയായ ആഗ്രഹം ഈ പരിശ്രമത്തിൻ്റെ പിന്നിലുണ്ട്. ഇവിടെ ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം 2 തിമോത്തിയോസ് 2:19 വാക്യമാണ്. എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ട് കൊള്ളട്ടെ എന്നും ആകുന്നു അതിൻ്റെ മുദ്ര. ഇവിടെ അപ്പോസ്തലൻ തിമോത്തിയോസിന് ലേഖനം എഴുതുകയാണ്. തിമോത്തിയോസിൻ്റെ അമ്മയും അവൻ്റെ വലിയമ്മയും എല്ലാം നല്ല വിശ്വാസത്തിൽ നല്ല ദൃഢമായിട്ടുള്ള വിശ്വാസമുള്ള ആളുകളായിരുന്നു അവൻ്റെ അമ്മയും വലിയമ്മയും. അവരെക്കുറിച്ച് തിരുവെഴുത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അവരുടെ മകനായിരുന്ന തിമോത്തിയോസ്, അവൻ്റെ അമ്മയും വലിയമ്മയും നല്ല വിശ്വാസികളും പ്രാർത്ഥനാ ശക്തിയുള്ളവരൊക്കെ ആയിരുന്നെങ്കിലും അവർ നിറയെ ഓടി നടന്ന് സുവിശേഷ പ്രവർത്തനം നടത്തിയതായിട്ട് കാണുന്നില്ല. എന്നാൽ അവരുടെ മകനെ വിശ്വാസത്തിൽ അവർ വളർത്തിയെടുത്തു. വിശ്വാസത്തിൽ അവർ ഒരു നിജപുത്രനായിട്ട് പൗലോസ് ജനിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തിമോത്തിയോസിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. എങ്കിലും ദൈവത്തിൻ്റെ അടിസ്ഥാനം നിലനിൽക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നും ആകുന്നു അതിൻ്റെ മുദ്ര. ഒരു മുദ്ര എന്താണ് അതിൻ്റെ അടയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്. യഥാർത്ഥത്തിലുള്ളവരുടെ അടയാളം എന്താണെന്ന് പൗലോസ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ അതിന് മുൻപ് ആ വാക്യം ആരംഭിക്കുന്നത് എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നൽകുന്നു. എന്താണ് എങ്കിലും എന്ന് പറയാൻ കാരണം? ആ വചനത്തിൻ്റെ മുൻപിൽ അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കേൾക്കുന്നവരെ മറിച്ച് കളയുന്ന ഭക്തിവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിയ ചില ആളുകൾ ദൈവസഭയിലുണ്ടായിരുന്നു. ഹുമനിയോസ്, അലക്സാണ്ടർ, അങ്ങനെ പ്രധാനപ്പെട്ടവരും അല്ലാത്തവരുമായിട്ടുള്ള കുറേ ആളുകൾ. അവർ സത്യം വിട്ട് തെറ്റി, ദൈവവചനത്തിൻ്റെ സത്യത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോയി. എന്നിട്ട് അവർ പറഞ്ഞു പുനരുദ്ധാനമൊക്കെ കഴിഞ്ഞു, ജനത്തിൻ്റെ ഉയർപ്പൊക്കെ കഴിഞ്ഞു എന്നെല്ലാം പറഞ്ഞ് സത്യം വിട്ട് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് പറയുന്നതെന്ന് അറിയില്ല. പിന്നെ അവർ നടത്തുന്നത് ദൈവമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല. അങ്ങനെ സത്യം വിട്ട് അവർ തെറ്റിയത് മൂലം അവർ ദൈവത്തിൻ്റെ അടിസ്ഥാനം മറച്ചു കളയാൻ ശ്രമിച്ചു എന്ന് തോന്നത്തക്ക നിലയിൽ അവർ പറഞ്ഞു. അവരുടെ ഭക്തിവിരുദ്ധമായ പ്രസ്താവനകൾ മൂലം ചിലരുടെ വിശ്വാസങ്ങളെല്ലാം മറിഞ്ഞുപോയി. അനേകരും വിശ്വാസം വിട്ടുപോകാൻ തന്നെ കാരണമായി തീർന്നിരിക്കാം. അപ്പോൾ പൗലോസ് പറയുകയാണ്, എങ്കിലും ഇങ്ങനെയൊക്കെ ഭക്തിവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാലും സത്യം വിട്ട് തെറ്റിയാലും വിശ്വാസത്തിൽ നിന്ന് കുറേ പേര് മറിഞ്ഞു പോയാലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, അതിന് യാതൊരു മാറ്റവുമില്ല. തന്നെയല്ല, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. എന്തെല്ലാം കോലാഹലങ്ങൾ നടന്നാലും, എന്തെല്ലാം പ്രത്യേക രീതിയിലുള്ള ക്രൂസൈഡുകൾ നടന്നാലും കർത്താവിനറിയാം ആരൊക്കെയാണ് കർത്താവിനുള്ളതെന്ന്. കർത്താവിന് നന്നായിട്ടറിയാം. എന്നിട്ട് തിമോത്തിയോസിനോട് പറയാണ്, അതിൻ്റെ അടയാളം എന്താണ് ഞാൻ നിന്നോട് പറഞ്ഞു തരാം. ഞാൻ അറിയുന്ന ആളുകളുടെ അടയാളം എന്ന് പറയുന്നത് അവർ അനീതി വിട്ട് അകന്നുകൊള്ളുന്നവരായിരിക്കും. അന്യായത്തിന് അവർ കൂട്ടു നിൽക്കുകയില്ല, പക്ഷാഭേദം കാണിക്കാൻ അവർ കൂട്ടു നിൽക്കുകയില്ല. അവർ നീതിയോടെ എൻ്റെ വേല ചെയ്യുന്നവരായിരിക്കും. അവരെ ഞാൻ അറിയും. അതാണ് അതിൻ്റെ അടയാളം. അപ്പോൾ യേശു കർത്താവിനെ അറിയുന്ന ആളുകളുടെ അടയാളം എന്ന് പറയുന്നത് അവരെ അനീതി വിട്ട് അകന്നുകൊള്ളുന്നവരായിരിക്കും. എന്നാൽ ഇന്ന് അനേക സ്ഥലങ്ങളിലും യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നവർ തന്നെ അനീതിയോടുകൂടി പ്രവർത്തിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. നല്ല വെളുത്ത ആളുകൾക്ക് ഒരു സ്ഥാനം, വിദ്യാഭ്യാസമുള്ളവനും പണമുള്ളവനും ഒരു സ്ഥാനം, തീരെ താണവനും അല്ലെങ്കിൽ നിറമില്ലാത്തവനും പണമില്ലാത്തവനും വിദ്യാഭ്യാസമില്ലാത്തവനും വേറൊരു രീതിയിലുള്ള പ്രാർത്ഥന, വേറൊരു രീതിയിലുള്ള സ്ഥാനം, ഇങ്ങനെ തമ്മിൽ പക്ഷഭേദം കാണിക്കുന്ന അനേക ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ കാലഘട്ടത്തിലും കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുണ്ട്.
അവരെ തിരിച്ചറിയാനുള്ള കാര്യമെന്ന് പറയുന്നത് അവരൊരു നല്ല മനസ്സാക്ഷിയുള്ളവരായിരിക്കും, ഒരു ശുദ്ധ ഹൃദയമുള്ളവരായിരിക്കും. അനീതി അവർ വിട്ടുമാറും. അവർ ദൈവമക്കളുടെ ഒന്നും പിടിച്ചു പറിച്ച് വാങ്ങി അവരുടെ കയ്യിൽ അന്യായം ചെയ്യുന്ന ഒന്നും ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ ദൈവമക്കൾ അല്ലാത്തവരുടെ ആണെങ്കിലും അവരുടെ കയ്യിൽ അന്യായം ചെയ്യുന്ന ഒരു വസ്തുവും ഉണ്ടാവുകയില്ല. അതാണ് അതിൻ്റെ മുദ്ര. അനേക ദൈവദാസന്മാരെന്ന് പറയുന്നവരും, ദൈവദാസന്മാരെന്ന് പറയാൻ പറ്റില്ല, ദൈവദാസന്മാരെന്ന് പറയുന്ന ആളുകൾ പാവപ്പെട്ടവരുടെ മുതലുകൾ സൂത്രത്തിലും തന്ത്രത്തിലും പിടിച്ചു വാങ്ങി പിടുങ്ങി വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരൊക്കെ ലാസ്റ്റ് പുറന്തള്ളപ്പെട്ടു പോകും. അവർക്കൊന്നും അവിടെ ഒരു പിടിപാടും ഉണ്ടാവുകയില്ല. കാരണം കർത്താവിനറിയാം ആരാണ് എനിക്കുള്ളവരെന്ന്. കർത്താവിനറിയാം, അവൻ നോക്കിക്കൊണ്ടായിരിക്കുന്നത്. അതിനുശേഷം പൗലോസ് പറയാണ്, എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കണം. തീമോത്തിയോസേ, മറ്റുള്ളവർ പല രീതിയിലും പ്രസംഗിക്കും. ഭക്തിക്ക് വിരുദ്ധമായ പല കാര്യങ്ങളും അവർ പറയും. അവർ വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും പല രീതിയിലും അവർ ദൈവവചനത്തെ അഴിച്ചു പഠിപ്പിക്കും. പക്ഷെ തീമോത്തിയോസേ, നീ ഒരു കാര്യം ചെയ്യണം. നീ എന്ത് ചെയ്യണം? നീ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കണം. ലജ്ജിക്കാൻ സംഗതിയില്ലാത്ത വേലക്കാരനായിട്ട് നിൽക്കാൻ നീ പരിശ്രമിച്ചോളണം. അപ്പോൾ ഒരു യഥാർത്ഥ വേലക്കാരൻ്റെ അടയാളം എന്ന് പറയുന്നത് അവന് ലജ്ജയുണ്ടാകാത്ത നിലയിൽ ദൈവവചനത്തെ അഴിച്ച് പഠിപ്പിക്കാതെ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുന്ന ഒരുവനായിരിക്കണം കർത്താവിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു വേലക്കാരൻ. ഇന്ന് അവിടെ ഇവിടെയൊക്കെ തങ്ങളുടെ സൗകര്യം അനുസരിച്ച് ദൈവവചനത്തെ അഴിച്ച് പഠിപ്പിക്കുക. തങ്ങളുടെ മക്കൾക്ക് വേണ്ടി, തങ്ങളുടെ സ്വന്തക്കാർക്ക് വേണ്ടി, തങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി എല്ലാം ദൈവവചനത്തെ തങ്ങൾക്ക് ഇഷ്ടം പോലെ അഴിച്ചു പഠിപ്പിക്കുക. അങ്ങനെ അഴിച്ചു പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവസാനം അവർ ലജ്ജിക്കേണ്ടതായിട്ട് വരും. ഇവിടെ മാത്രമല്ല, കർത്താവിൻ്റെ സന്നിധിയിൽ അവർ ലജ്ജിച്ചു പോകും. കർത്താവിൻ്റെ വചനത്തെ അഴിച്ചു പഠിപ്പിക്കുന്നവൻ ഉറപ്പായിട്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകുമെന്നുള്ളത് യാതൊരു സംശയമില്ലാത്തത്. എല്ലാവരും സത്യവചനം തന്നെയല്ലേ പ്രസംഗിക്കുന്നത്? നമുക്കൊരു ചിന്ത വന്നേക്കാം, എല്ലായിടത്തും പ്രസംഗിക്കുന്ന സത്യവചനം തന്നെയല്ലേ? നമുക്കിപ്പോൾ ഇതിനകത്ത് അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മളിത് അവരെ എങ്ങനെ അവിശ്വസിക്കാനായിട്ട് പറ്റും? കർത്താവ് പറഞ്ഞു, അനീതി വിട്ടകലുന്നവരാണോ അവരെന്ന് നിങ്ങൾ നോക്കുക. അവരുടെ ഉള്ളിൽ അനീതി ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അവർ യഥാർത്ഥത്തിലുള്ള സുവിശേഷകന്മാരാണോ പ്രവർത്തകന്മാരാണോ എന്ന് നമുക്കറിയാം. പക്ഷപാതമുള്ളവരാണോ, പണസമ്പാദനത്തിന് വേണ്ടിയിട്ടാണോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, കർത്താവിനെ വിറ്റ് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ, കർത്താവിനെ അവർ സേവിക്കുന്നതിൻ്റെ പിന്നിൽ ലക്ഷ്യം എന്താണ്? ഇതൊക്കെ നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിലുള്ള വേലക്കാരെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പണക്കാരനോട് ഒരു സ്വഭാവം, പാവപ്പെട്ടവനോട് വേറൊരു സ്വഭാവം, പണക്കാരന് ഒരു നീതി, പാവപ്പെട്ടവന് വേറൊരു നീതി, ഇങ്ങനെയൊക്കെയുള്ള പണക്കാരന് നീണ്ട ഒരു പ്രാർത്ഥന, പാവപ്പെട്ടവന് ഒരു കോമൺ ആയിട്ടുള്ള പ്രാർത്ഥന, ഇങ്ങനെയൊക്കെയുള്ള പക്ഷപാതം നടത്തുന്ന ആളുകൾ രാഷ്ട്രീയത്തിലും ഭരണ സംവിധാനങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ സഭകളിലും ഇന്നത് കയറിക്കൂടിയിരിക്കുന്നു. അതുകൊണ്ട് അത് അനീതിയാണെന്ന് ദൈവവചനം പറയുന്നു. അങ്ങനെയുള്ളവരെ കർത്താവിനെ വിട്ടുമാറേണ്ടതായിട്ട് വരും. എന്നാൽ നീതിയോടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളം, അതിൻ്റെ മുദ്രയാണ് അവൻ സത്യത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ യഥാർത്ഥ വേലക്കാരനായിട്ട് നിൽക്കുന്നു എന്നുള്ളത്. ഇന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയം, ദൈവം അവരോട് കൂടെ ഇല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുവാനായിട്ട് പറ്റുമോ? കർത്താവ് അവരോട് കൂടെ ഇരിക്കാതെ അവരെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ അടയാളങ്ങൾ ചെയ്യുക? അങ്ങനെ അനീതിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവർ യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കുമ്പോൾ ഭൂതങ്ങൾ പുറത്താകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ കർത്താവ് കൂടെ ഇല്ലാണ്ട് ഇതൊക്കെ നടക്കുമോ? കർത്താവ് കൂടെ ഇല്ലാണ്ട് ഇതൊക്കെ നടക്കും. കർത്താവ് അവർ അറിയാതെ തന്നെ ഇതൊക്കെ നടക്കും. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അങ്ങനെയാണ്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. നമ്മൾ ഒരു വ്യക്തിയെ അളക്കുന്നത് അവൻ്റെ ആത്മീയമായ അത്ഭുതങ്ങൾ വെച്ചുകൊണ്ട്, അടയാളങ്ങൾ വെച്ചുകൊണ്ടല്ല, അവൻ്റെ ഫലം കൊണ്ട് വേണം അവനെ തിരിച്ചറിയാൻ. അവൻ്റെ സ്വഭാവം എങ്ങനെ ഇരിക്കുന്നു, അവൻ ന്യായമുള്ളവനാണോ, നീതിയുള്ളവനാണോ, സത്യമുള്ളവനാണോ, മനസാക്ഷിയുള്ളവനാണോ എന്ന് നോക്കിയിട്ടാണ് അവനെ നമ്മൾ തിരിച്ചറിയുന്നത്. വൃക്ഷത്തിൻ്റെ ഫലത്താൽ നമുക്ക് അവനെ തിരിച്ചറിയാം. അവരെ സൂക്ഷിച്ചു കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ വളരെ സൗമ്യരക്കായിട്ടായിരിക്കും വരുന്നത്, പക്ഷെ ഉള്ളിൽ കടിച്ചു കയറുന്ന ചെന്നായ്ക്കളുടെ സ്വഭാവമായിരിക്കും. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്ക്കാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. എന്നാൽ കർത്താവേ കർത്താവേ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്.
ദൈവരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്കുള്ള ഒരു പ്രവേശനം എന്ന് പറയുന്നത് കർത്താവെ കർത്താവെ എന്ന് വിളിച്ചുകൊണ്ടൊന്നും ആവില്ല. ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് പറഞ്ഞ് ശുശ്രൂഷ ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ആരും അറിയപ്പെടുന്നില്ല, എന്നാൽ എല്ലാവരും അറിയും. ഒരു കോണിൽ ഒതുങ്ങിയിരിക്കുകയാണ്, ആരും അറിയുന്നില്ല, എന്നാൽ എല്ലാവരും അറിയുകയും ചെയ്യും. ആരും അറിയാത്തവരെങ്കിലും എല്ലാവരും അറിയുന്നവർ. പൗലോസ് പറയുന്നത് തന്നെയാണ്. ചതിയന്മാരാണെന്നാണ് പറയുന്നത്, പക്ഷേ സത്യവാന്മാരാ. ആരെയും ചതിച്ചിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടില്ല, പക്ഷേ ചതിയന്മാരാണെന്ന് അപഖ്യാതിയെല്ലാം പറഞ്ഞുകൊണ്ട് കിടക്കും. അവിടെ പറയാണ്, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് ആ നാളിൽ എന്നോട് നിങ്ങൾ പറയും. പലരും, എല്ലാവരും അല്ല, പലരും നിങ്ങൾ പറയും, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയില്ലേ, നിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്തില്ലേ, നിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാക്കിയില്ലേ. അപ്പോൾ കർത്താവ് പറയാണ്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയും. ഇവിടെയൊക്കെ ഈ സൂത്രവും തട്ടിപ്പൊക്കെ നടക്കാനായിട്ട് പറ്റും, ഗിമ്മിക്സ് ഒക്കെ ഇവിടെ പറ്റുകയുള്ളൂ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ അവിടെ ചെന്നിട്ട് കർത്താവെ ഞങ്ങളുടെ ക്രൂസൈഡിൽ, ഞങ്ങളുടെ മീറ്റിങ്ങിൽ എത്ര ആയിരക്കണക്കിന് ആളുകളാണെന്നറിയോ സൗഖ്യം പ്രാപിച്ചു, കുരുടന്മാർ കാഴ്ച പ്രാപിച്ചു, ചെവി കേൾക്കാത്തവർക്ക് ചെവിയുടെ കേൾവി തിരിച്ചു കിട്ടി, മുടന്തന്മാർ നടന്നു, പലരും അത്ഭുതകരമായ നിലയിൽ രോഗസൗഖ്യം എല്ലാം പ്രാപിച്ചത് നീ കണ്ടിട്ടുള്ളതല്ലേ. എത്രമാത്രം ജനങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തി, നിന്നെ സാക്ഷ്യപ്പെടുത്തി നീ കണ്ടിട്ടുള്ളതല്ലേ. എന്നിട്ടിപ്പം ഞങ്ങൾ നീ അറിയില്ല എന്നോ? കർത്താവ് പറയാ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എനിക്ക് നിങ്ങളെ അറിയില്ല, എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് കർത്താവ് പറയാണ്. കർത്താവിനെ അറിയുന്നവരുടെ ലക്ഷണം എന്ന് പറയുന്നത് അതാണ് നമ്മൾ വായിച്ചു കേട്ട പ്രഥമ വാക്യം. അതാകുന്നു അതിൻ്റെ മുദ്ര, അനീതി വിട്ട് അകന്നുകൊള്ളുന്നു. തീമോഥെയോസിനോട് പറയാണ്, നീ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് കൊള്ളാകുന്ന വേലക്കാരനായിട്ട് നിൽക്കണം, ലജ്ജിക്കാൻ സംഗതിയില്ലാത്ത കൊള്ളാകുന്ന വേലക്കാരനായിട്ട് നിൽക്കണം. അപ്പോഴാണ് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുന്നത്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നടക്കും. അത് കണ്ടിട്ട് അവരോട് കൂടെ ദൈവം ഉണ്ടെന്നൊന്നും നമ്മൾ വിചാരിച്ച് പോയി വഞ്ചനയിൽ അകപ്പെട്ട് കളയല്ലേ. സത്യവചനത്തെ പ്രസംഗിക്കുന്ന, സത്യവചനത്തെ പ്രസ്താവിക്കുന്ന യഥാർത്ഥ ദൈവ ഭക്തന്മാരുണ്ട്. അവരെ കണ്ടെത്തി അവരോട് ചേർന്ന് പോകുമെങ്കിൽ നിങ്ങളും ലജ്ജിച്ചു പോകേണ്ടില്ല, നമ്മൾ ആരും ലജ്ജിച്ചു പോകേണ്ടി വരികയില്ല. അല്ലെങ്കിൽ ഈ വഞ്ചകന്മാരുടെ, കള്ളപ്രവാചകന്മാരുടെ, കള്ളാപ്പോസ്റ്റലന്മാരുടെ കൂടെ നടന്ന് നമ്മൾ വഞ്ചിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫലം നോക്കി തിരിച്ചറിഞ്ഞ് കർത്താവിനെ സേവിക്കുവാൻ തക്കവണ്ണം, കർത്താവിനെ ആരാധിക്കുവാൻ തക്കവണ്ണം ഈ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം പറഞ്ഞിരിക്കുകയാണ്, ഞാൻ എനിക്കുള്ളവരെ അറിയുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. കർത്താവ് അവരെ അറിയുന്നതിൻ്റെ മുദ്ര എന്ന് പറയുന്നത് അവർ അനീതി വിട്ട് മാറി നിൽക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരാണ് കർത്താവിനെ അറിയുന്നവർ. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കണ്ടെത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അങ്ങനെ ഉള്ള കൂട്ടായ്മയോട് ചേർന്ന് നടക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, വഞ്ചനയുടെ ഒരാത്മാവ് എല്ലായിടത്തും വ്യാപരിക്കുന്നുണ്ട് കർത്താവെ. അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുകയാണ് കർത്താവെ. അനേകരുടെ സ്നേഹം തണുത്തു പോയിക്കൊണ്ടിരിക്കുന്നു കർത്താവെ. എല്ലാം ഒരു സംഘടന പോലെയാണ് പ്രവർത്തിക്കുന്നത് കർത്താവെ. യഥാർത്ഥത്തിലുള്ള കർത്താവിൻ്റെ സഭ കർത്താവെ പലയിടത്തും വെളിപ്പെട്ട് വരുന്നില്ല കർത്താവെ. അനേക വൃത്തിയില്ലാത്ത, അനേക കർത്താവെ അധർമ്മം പ്രവർത്തിക്കുന്ന ഊഴിയങ്ങൾ കർത്താവെ, ദൈവമേ സുവിശേഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കർത്താവെ. എന്നാൽ ദൈവമേ, അങ്ങ് അറിയുന്നു കർത്താവെ. അങ്ങയുടെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നടന്നാലും കർത്താവെ, അങ്ങ് അറിയുന്നത് അനീതി പ്രവർത്തിക്കാത്ത ആളുകളെയാണല്ലോ കർത്താവ്. ഈ തലമുറയിൽ അനീതി പ്രവർത്തിക്കാതെ, പക്ഷപാതമില്ലാതെ, നീതിയോടും ന്യായത്തോടും കൂടി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തക്കോണം അങ്ങയുടെ ഭക്തന്മാരെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ. ഇളയവനെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുവാൻ അനേകരെ അഴിച്ചു പഠിപ്പിക്കുന്നു കർത്താവെ. അങ്ങനെയുള്ള കൂട്ടത്തിലൊന്നും ചേർന്ന് പോകാതെ ദൈവമേ, അങ്ങയുടെ വചനത്തെ സ്നേഹിക്കുന്ന, അങ്ങയെ സ്നേഹിക്കുന്ന, നീതിയോടും ന്യായത്തോടും കൂടി നടക്കുന്ന കർത്താവെ, ജനത്തോട് ചേർന്ന് മുന്നോട്ട് പോകാൻ തക്കോണം അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത് കാണുന്ന ഓരോ കേൾവിക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, അവരുടെ ആവശ്യങ്ങളെ സന്ധിക്കണമേ കർത്താവെ. ശരിയായ നിലയിൽ അവരെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, മഹത്വം എടുത്താട്ടെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.